ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് പഠിച്ചോ? നെക്സ്റ്റ് യൂണിറ്റ് 4 പോവാണ്. എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹുസ്ന, മീഡിയാട്രിക്സ് എന്താ? ഹുസ്ന, മീഡിയാട്രിക്സ് എന്താന്ന് പറ. ഇല്ല, ഇപ്പൊ കേൾക്കുന്നുണ്ട്, പറ. ഓക്കെ. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. റിസാന, ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ. ഓക്കെ, ഗുഡ്. സോന, കോൺട്രാൻഡിക്കേഷൻ എന്താ? ഓക്കെ, മ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് യൂണിറ്റ് 4 പോകാം. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് ഹെഡിങ് ബ്രോങ്കോ ഡയലറ്റേഴ്സ്. യൂണിറ്റ് 4 ഫസ്റ്റ് ഹെഡിങ് ബ്രോങ്കോ ഡയലറ്റേഴ്സ്. ഓക്കെ, നോക്കാം. ഓക്കെ, ബ്രോങ്കോ ഡയലറ്റേഴ്സ് ആർ എ ടൈപ്പ് ഓഫ് മെഡിക്കേഷൻ that make breathing easier by relaxing the muscles in the lungs and widening the airways. Okay, നോടി പറയാം. ബ്രോങ്കോഡയലറ്റസ് ആർ എ ടൈപ്പ് ഓഫ് മെഡിക്കേഷൻ ദാറ്റ് മേക്ക് ബ്രീത്തിങ് ഈസിയർ. അതായത് ബ്രോങ്കോഡയലറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് മെഡിക്കേഷൻ ആണ്. ഇത് ബ്രീത്തിങ് ഈസി ആക്കാനാണ് സഹായിക്കുന്നത്. ബൈ റിലാക്സിങ് ദ മസിൽസ് ഇൻ ദ ലങ്സ് ആൻഡ് വൈഡനിങ് ദ എയർവേസ്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലങ്സിലെ ശ്വാസകോശത്തിലെ മസിൽസിനെ റിലാക്സ് ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ എയർവേ ഏതാണ്? ബ്രോങ്കസ്. ഓക്കെ, എയർവേ എന്ന് പറഞ്ഞാൽ ബ്രോങ്കെ. ഓക്കെ, ആ ബ്രോങ്കസിനെ വൈഡൻ ചെയ്തിട്ട് മീൻസ് വീതി കൂട്ടുകയും ചെയ്യാണ്. അങ്ങനെയാണ് ബ്രീത്തിങ് ഈസി ആക്കുന്നത്. ഒന്നുകൂടി പറയാം. ബ്രോങ്കോഡയലറ്റസ് ആർ എ ടൈപ്പ് ഓഫ് മെഡിക്കേഷൻ ദാറ്റ് മേക്ക് ബ്രീത്തിങ് ഈസിയർ ബൈ റിലാക്സിങ് ദ മസിൽസ് ഇൻ ദ ലങ്സ് ആൻഡ് വൈഡനിങ് ദ എയർവേസ്. അതായത് ബ്രോങ്കോഡയലറ്റസ് എന്ന ടൈപ്പ് ഓഫ് മെഡിക്കേഷൻ ആണ്. ഇത് ബ്രീത്തിങ് ഈസി ആക്കുന്നതിന് വേണ്ടി മീൻസ് ശ്വസനം ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബൈ റിലാക്സിങ് ദ മസിൽസ് ഇൻ ദ ലങ്സ്. അതായത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലങ്സിലെ മസിൽസിനെ റിലാക്സ് ചെയ്യിപ്പിക്കുകയും അതുകൂടാതെ തന്നെ എയർവേനെ വൈഡൻ ചെയ്ത് മീൻസ് വീതി കൂട്ടിയിട്ടും എയർവേന്റെ വീതി കൂട്ടിയിട്ടുമാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിന്റെ ക്ലിയർ ആയോ? ഗീവ് റെസ്പോൺസ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റാ വൈഡനിങ് ദ എയർവേ. അതായത് വീതി കൂട്ടിയിട്ട് എയർവേന്റെ വീതി കൂട്ടിയിട്ട്. എയർവേ മെയിൻ ആയിട്ട് വരുന്നത് ബ്രോങ്കസ് എന്ന് പറഞ്ഞ ഭാഗമില്ലേ, ആ ഭാഗം. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ? പ്ലീസ് ഗീവ് റെസ്പോൺസ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. They are often used to treat long-term conditions where the airways may become narrow and inflamed such as asthma. അതായത് ഇത് യൂസ് ചെയ്യുന്ന ഈ ഡ്രഗ്സ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന ലോങ് ടേം കണ്ടീഷൻസിലാണ്. മീൻസ് നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. വേർ ദ എയർവേസ് മേ ബിക്കം നാരോ ആൻഡ് ഇൻഫ്ലെയിംഡ്. അതായത് എയർവേ എന്ന് പറഞ്ഞാൽ ബ്രോങ്കസ് എപ്പോഴാണ് നാരോ ആവുകയും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നത് അത് ലോങ് ടേം ആയിട്ട് നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ ആ കണ്ടീഷൻസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ആസ്മയിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് പറയാം. They are often used to treat long term conditions
where the airways may become narrow and inflamed such as asthma. അതായത് ഇത് ഈ ഡ്രഗ് ലോങ് ടേം കണ്ടീഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് എയർവേ എപ്പോഴാണ് നാരോ ആവുക, മീൻസ് നേർത്തതാവുക, ഓക്കെ, നാരോ ആവുകയും അതുപോലെ തന്നെ അതിന് ഇൻഫ്ലമേഷൻ സംഭവിക്കുമ്പോഴുമാണ് യൂസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ആസ്മ എന്ന് പറഞ്ഞ കണ്ടീഷനിലാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് സൈഡ് എഫക്ട്സ്. നെക്സ്റ്റ് ഹെഡിങ് സൈഡ് എഫക്ട്സ്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ നെർവസ്, മീൻസ് നെർവസ്നെസ് എന്ന് പറഞ്ഞാൽ ധൈര്യമില്ലാതാവുക, ഓക്കെ, പേടി ഫീൽ ചെയ്യാം, ഓക്കെ. രണ്ടാമത്തത് ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് കൂടും. ദെൻ മൂന്നാമത്തത് സ്റ്റൊമക് അപ്സെറ്റ്, ഓക്കെ. നാലാമത്തത് ട്രബിൾ സ്ലീപ്പിംഗ്, മീൻസ് സ്ലീപ്പിങ്ങിൽ എന്തെങ്കിലുമൊക്കെ തകരാറ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം, ട്രബിൾ സ്ലീപ്പിംഗ്. ദെൻ മസിൽ ഏക്ക് ഓർ ക്രാംസ്, അതായത് പേശികൾക്ക് വേദനയോ അല്ലെങ്കിൽ കൊച്ചിപ്പിടുത്തമൊക്കെ ഉണ്ടാവുക, വലിവൊക്കെ ഉണ്ടാവുക. ഇത്രയാണ് സൈഡ് എഫക്ട്സ്. ഒന്നുകൂടി വായിക്കാം സൈഡ് എഫക്ട്സ്. ഫസ്റ്റ് വൺ നെർവസ്, സെക്കൻഡ് വൺ ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, തേർഡ് വൺ സ്റ്റൊമക് അപ്സെറ്റ്, ഫോർത്ത് വൺ ട്രബിൾ സ്ലീപ്പിംഗ്, ലാസ്റ്റ് വൺ മസിൽ ഏക്ക് ഓർ ക്രാംസ്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് കോൺട്രാ ഇൻഡിക്കേഷൻസ്. നെക്സ്റ്റ് ഹെഡിങ് കോൺട്രാ ഇൻഡിക്കേഷൻസ്. ഓക്കെ, കോൺട്രാ ഇൻഡിക്കേഷനിൽ ഫസ്റ്റ് വൺ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, സെക്കൻഡ് വൺ ഹൈപ്പർ തൈറോയിഡിസം, തേർഡ് വൺ ഡയബറ്റിസ്, then glaucoma, then seizures, then cardiovascular disease. Okay, contraindication ഒന്നാമത്തത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി, മീൻസ് പ്രീവിയസ് ആയിട്ട് എന്തെങ്കിലും അലർജി കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. ദെൻ ഹൈപ്പർ തൈറോയിഡിസം, ഓക്കെ, തൈറോക്സിന്റെ അളവ് കൂടിയ കണ്ടീഷൻ, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. ദെൻ ഡയബറ്റിസ്, മീൻസ് ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. ദെൻ ഗ്ലൂക്കോമ, ഓൾറെഡി നമ്മൾ പഠിച്ച ഗ്ലൂക്കോമയിൽ കൊടുക്കാൻ പറ്റത്തില്ല. ദെൻ സീഷേഴ്സ്, മീൻസ് എപ്പിലെപ്സി പോലുള്ള കണ്ടീഷൻസിൽ കൊടുക്കാൻ പറ്റത്തില്ല. ദെൻ കാർഡിയോവാസ്കുലാർ ഡിസീസ്, മീൻസ് ഹാർട്ട് സംബന്ധമായ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ കൊടുക്കാൻ സാധിക്കില്ല. ക്ലിയർ ആയ കോൺട്രാഇൻഡിക്കേഷൻ? ക്ലിയർ? ഓക്കെ, ക്ലിയർ ആയില്ലേ ഷമീന? ഓക്കെ ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ഹെഡിങ് ക്ലാസിഫിക്കേഷൻ. ബ്രോങ്കോഡയലൈറ്റിസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ സിമ്പത്തോമിമറ്റിക്സ്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ സിമ്പത്തോമിമറ്റിക്സ്. ഓക്കെ, അതിനെ എഗെയിൻ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, എഗെയിൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ സിമ്പത്തോമിമറ്റിക്സ്, അതിനെ എഗെയിൻ ഡിവൈഡഡ് 3. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ എ സെലക്റ്റീവ് ബീറ്റ 2 അഗോണിസ്റ്റ്. ഒന്നാമത്തത്, അതായത് സിമ്പത്തോമിമറ്റിക്സിലെ സബ് ഡിവിഷനിലെ ഫസ്റ്റ് വൺ സെലക്റ്റീവ് ബീറ്റ 2 അഗോണിസ്റ്റ്. സെലക്റ്റീവ് ബീറ്റ 2 അഗോണിസ്റ്റ്. അതിന് 2 ഡ്രഗ് എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, സാൽബുറ്റമോളും ടെർബുറ്റലിനും. അങ്ങനെ 2 ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട്, സാൽബുറ്റമോളും ടെർബുറ്റാലിനും. ഓക്കെ, അതിലെ ബി, അതായത് സിമ്പത്തോമിമറ്റിക്സിലെ രണ്ടാമത്തെ സബ് ഡിവിഷൻ നോൺ സെലക്റ്റീവ് ബീറ്റ അഗോണിസ്റ്റ്. നോൺ സെലക്റ്റീവ് ബീറ്റ അഗോണിസ്റ്റ്. ഓക്കെ, അതിനും ഒരു ഡ്രഗ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഐസോപ്രിനാലിൻ. ഓക്കെ, അതിൽ തന്നെ മൂന്നാമത്തെ സബ് ഡിവിഷൻ നോൺ സെലക്റ്റീവ് അഡ്രിനർജിക്. നോൺ സെലക്റ്റീവ് അഡ്രിനർജിക്, അതിനും 2 ഡ്രഗ്സ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അഡ്രിനാലിനും എഫിഡ്രിനും. അഡ്രിനാലിൻ ആൻഡ് എഫിഡ്രിൻ. ഇത്രയാണ് ക്ലാസിഫിക്കേഷനിലെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്, അതായത് സിമ്പത്തോമിമറ്റിക്സിൽ വരുന്നത്. സിമ്പത്തോമിമറ്റിക്സ് നമ്മൾ എഗെയിൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് സെലക്റ്റീവ് ബീറ്റ 2 അഗോണിസ്റ്റ്, രണ്ടാമത്തത് നോൺ സെലക്റ്റീവ് ബീറ്റ അഗോണിസ്റ്റ്, മൂന്നാമത്തത് നോൺ സെലക്റ്റീവ് അഡ്രിനർജിക്. ഓക്കെ, ഡ്രഗ്സ് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അതിന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ മീഥൈൽ സാന്തിൻ ഡെറിവേറ്റീവ്സ്. മീഥൈൽ സാന്തിൻ ഡെറിവേറ്റീവ്സ്, അതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. അതിൽ 2 ഡ്രഗ്സ് ആണ് എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്, അമിനോഫൈലിൻ ആൻഡ് തിയോഫിലിൻ. അമിനോഫിലിൻ ആൻഡ് തിയോഫിലിൻ, അങ്ങനെ 2 ഡ്രഗ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ
Okay, മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആന്റികോളിനർജിക്സ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആന്റികോളിനർജിക്സ് ആണ്. അതിലും 3 ഡ്രഗ്സ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എട്രോപ്പിൻ, ദെൻ ഇപ്രാട്രോപ്പിയം, ദെൻ ടിയോട്രോപ്പിയം. ഇങ്ങനെ 3 ഡ്രഗ്സ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്നും കൂടി പറയാം. ക്ലാസിഫിക്കേഷൻ പ്രധാനമായിട്ടും 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, സിമ്പത്തോമിമെറ്റിക്സ് ഒന്നാമത്തത്, രണ്ടാമത്തത് മീഥൈൽ സാന്തിൻ ഡെറിവേറ്റീവ്സ്, മൂന്നാമത്തത് ആന്റികോളിനർജിക്സ്. അങ്ങനെ 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സിമ്പത്തോമിമെറ്റിക്സിനെ പിന്നെയും 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് സെലക്റ്റീവ് ബീറ്റ 2 അഗോണിസ്റ്റ്, രണ്ടാമത്തത് നോൺ സെലക്റ്റീവ് ബീറ്റ അഗോണിസ്റ്റ്, ദെൻ മൂന്നാമത്തത് നോൺ സെലക്റ്റീവ് അഡിനർജിക്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് മെക്കാനിസം ഓഫ് ആക്ഷൻ. Okay, mechanism of action includes targeting the beta 2 receptor, which is a G protein coupled receptor in the lung airways. When the beta 2 receptor is activated, the smooth muscle of the airway relaxes. Okay, ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇത് ബീറ്റ 2 റിസപ്റ്ററിനെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് അതിന്റെ പ്രവർത്തനം നടക്കുന്നത്. അതായത് ഒരു ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ ഉണ്ട്. ഓക്കെ, അതായത് ലങ് എയർവേസിൽ കാണപ്പെടുന്ന, ശ്വാസകോശത്തിന്റെ എയർവേയിൽ കാണപ്പെടുന്ന ഒരു കപ്പിൾഡ് ആയിട്ടുള്ള റിസപ്റ്റർ ആണ് ജി പ്രോട്ടീൻ. ഓക്കെ, ജി പ്രോട്ടീൻ എന്ന് പറഞ്ഞ ഒരു കപ്പിൾഡ് റിസപ്റ്റർ ആണ്. ഓക്കെ, അവിടെയുള്ള ബീറ്റ 2 റിസപ്റ്ററിലാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. when the beta 2 receptor is activated, അതായത് എപ്പോഴാണോ ഈ ബീറ്റ 2 റിസപ്റ്റർ ആക്റ്റീവ് ആകുന്നത്, മീൻസ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ എന്താകും? സ്മൂത്ത് മസിൽസ് ഓഫ് ദ എയർവേ റിലാക്സ്. എയർവേയിലുള്ള സ്മൂത്ത് മസിൽ എന്താകും? റിലാക്സ് ചെയ്യും. ഒന്നുകൂടി പറയാം. മെക്കാനിസം ഓഫ് ആക്ഷൻ. The mechanism of action includes targeting the beta 2 receptor, which is a G protein coupled receptor in the lung airways. അതായത് ലങ് എയർവേസിൽ കാണപ്പെടുന്ന ഒരു റിസപ്റ്റർ ആണ് ബീറ്റ 2 റിസപ്റ്റർ. അതായത് അതൊരു ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ ആണ്. അത് ലങ് എയർവേസിലാണ് കാണപ്പെടുന്നത്. ഇത് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ബീറ്റ 2 റിസപ്റ്റർ ആണ്. ഓക്കെ, when the beta 2 receptor is activated, ഈ ബീറ്റ 2 റിസപ്റ്റർ ആക്റ്റീവ് ആകുന്ന സമയത്ത് എയർവേയിലെ സ്മൂത്ത് മസിൽസ് എന്താകും? റിലാക്സ് ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. ഷംന. ഓക്കെ, ബ്രോങ്കോഡൈലിറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് പോയിന്റ് പറ. Okay, good. Okay. Shikhana. Next point പറ. Okay, good. Nishana. What are the side effects? Okay, good. Alina. What are the contraindications? Okay, good. Adulya. What are the classifications? Adulya, first one, selective beta 2 agonist. Selective beta 2 agonist. First one. Second one, non-selective beta agonist. Non-selective
ബീറ്റ അഗോണിസ്റ്റ്. മൂന്നാമത്തത് നോൺ സെലക്റ്റീവ് അഡ്രിനർജിക്. മാറിപ്പോവരുത്. ഓക്കെ ഓക്കെ, മ്യൂട്ട് ചെയ്തോ. സെല്യ കണ്ടിന്യൂ ചെയ്യ് ആക്കി ക്ലാസിഫിക്കേഷൻ. മിഥൈൽസാന്തിൻ ഡെറിവേറ്റീവ്. മൂന്നാമത്തത് ആന്റി കൊളിനർജിക്സ് ആണ്. അതിൽ അട്രോപ്പിനും ഹിപ്രോട്രോപ്പിയും ഒക്കെ വരുന്നു. ഓക്കെ ഗുഡ്. മ്യൂട്ട് ചെയ്തോ. ഷെമീന മെക്കാനിസം പറ. ഓക്കെ ഗുഡ്. ഓക്കെ മ്യൂട്ട് ചെയ്തോ. ഓക്കെ, ഇനി ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പാണ്. അതിനു മുന്നേ നിങ്ങൾക്കുള്ള അസൈൻമെന്റ് തരുവാണ്. ടോപ്പിക് കവറായി. അടുത്ത ടോപ്പിക് നാളെ എടുക്കാം. ഇനി നിങ്ങൾക്കുള്ള അസൈൻമെന്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, മീൻസ് നിങ്ങളുടെ ഇന്റേണൽ അസസ്മെന്റിന് നമുക്ക് മാർക്ക് അടയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അസൈൻമെന്റും സെമിനാറും തരുവാണ്. ഓക്കെ, ഒരേ ടോപ്പിക് തന്നെയാണ് തരുന്നത്. അസൈൻമെന്റിനും സെമിനാറിനും സെയിം ടോപ്പിക് തന്നെ. അത് അസൈൻമെന്റ് ആയിട്ട് എഴുതുക, അത് തന്നെ നിങ്ങൾ പ്രസന്റ് ചെയ്യുക. സെമിനാറും എടുക്കുക. ക്ലിയർ ആയോ? സെയിം ടോപ്പിക്, അസൈൻമെന്റ് ആൻഡ് സെമിനാർ. അത് ക്ലിയർ ആയോ? ഓക്കെ, ഇനി ടോപ്പിക് ആണ് പറയുന്നത്. എഴുതിയെടുക്കുക. മെയിൻ ഹെഡിങ് മീൻസ് മെയിൻ ടോപ്പിക് ഹോർമോൺസ് ആൻഡ് ഹോർമോൺ അന്റഗോണിസ്റ്റ്. ഹോർമോൺസ് ആൻഡ് ഹോർമോൺ അന്റഗോണിസ്റ്റ് മെയിൻ ടോപ്പിക്. കിട്ടിയോ? ഹോർമോൺസ് ആൻഡ് ഹോർമോൺ അന്റഗോണിസ്റ്റ് കിട്ടിയോ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി അതില് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട 5 പോയിന്റ്സ് ആണ് പറയുന്നത്. മീൻസ് 5 ഡ്രഗ്സ് ആണ് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഹൈപ്പോഗ്ലൈസീമിക് ഏജന്റ്. ഹൈപ്പോഗ്ലൈസീമിക് ഏജന്റ്. രണ്ടാമത്തത് ആന്റി തൈറോയിഡ് ഡ്രഗ്സ്. ആന്റി തൈറോയിഡ് ഡ്രഗ്സ്. മൂന്നാമത്തത് സെക്സ് ഹോർമോൺസ്. മൂന്നാമത്തത് സെക്സ് ഹോർമോൺസ്. നാലാമത്തത് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്. നാലാമത്തത് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്. അഞ്ചാമത്തത് കോർട്ടിക്കോ സ്റ്റിറോയിഡ്സ്. ഒന്നും കൂടി പറയാം. മെയിൻ ഹെഡിങ് ഹോർമോൺസ് ആൻഡ് ഹോർമോൺ അന്റഗോണിസ്റ്റ് ആണ് മെയിൻ ഹെഡിങ്, അസൈൻമെന്റിന്റെ ടോപ്പിക്. ഇനി അതിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട 5 പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ, ഈ 5 പോയിന്റ്സിനെ കുറിച്ചാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ഹൈപ്പോഗ്ലൈസീമിക് ഏജന്റ്. രണ്ടാമത്തത് ആന്റി തൈറോയിഡ് ഡ്രഗ്സ്. മൂന്നാമത്തത് സെക്സ് ഹോർമോൺസ്. നാലാമത്തത് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്. അഞ്ചാമത്തത് കോർട്ടിക്കോ സ്റ്റിറോയിഡ്സ്. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, അപ്പം എന്താ പറയാ, നെക്സ്റ്റ് മന്ത് ഓക്കെ ഞാൻ പറയാം. എന്തായാലും നെക്സ്റ്റ് മന്ത് നിങ്ങൾ എഴുതുക. നെക്സ്റ്റ് മന്ത് തൊട്ട് എഴുതി തുടങ്ങിക്കോ. ഓക്കെ, മീൻസ് എന്താ പറയാ, നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിലോട്ട് എന്തായാലും ജനുവരി കഴിഞ്ഞിട്ട് വരുള്ളൂ. മീൻസ് അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് സെക്കൻഡ് ഇയേഴ്സിന് പ്രാക്ടിക്കൽ സൈഡിലോട്ട് പോകുമായിരിക്കും. സോ എന്താ പറയാ, നമ്മുടെ സെമിനാർ അസൈൻമെന്റ് നിങ്ങൾ വാട്സപ്പിലാണ് എനിക്ക് സെൻഡ് ചെയ്യേണ്ടത്. ഡേ ഞാൻ പറയാം, പിന്നീട് അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ അടുത്ത മാസം തൊട്ട് എഴുതി തുടങ്ങിക്കോ. ഞാൻ ഡേ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അസൈൻമെന്റ് ഞാൻ പറയുന്ന ദിവസം സബ്മിറ്റ് ചെയ്യണം. ദെൻ സെമിനാർ എടുക്കേണ്ടത് അതും ഡേറ്റ് ഞാൻ പിന്നീട് അറിയിക്കുന്നതാണ്. എന്തായാലും അടുത്ത മാസം ലാസ്റ്റ് നിങ്ങൾ എഴുതാൻ തുടങ്ങിയാൽ മതി. അടുത്ത മാസം ലാസ്റ്റ് എഴുതിയാൽ മതി. ഓക്കെ, അതായത് യൂണിറ്റ് കവർ ആയതിനു ശേഷം, ഫുൾ യൂണിറ്റ് കവർ ആയതിനു ശേഷമായിരിക്കും നിങ്ങളുടെ ക്ലാസ്, മീൻസ് നിങ്ങളുടെ സെമിനാർ ക്ലാസ്. ഓക്കെ, സെമിനാർ എടുക്കുന്നതിനൊരു 3-4 ദിവസം മുന്നേ ഞാൻ നിങ്ങളോട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറയത്തുള്ളൂ. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് മന്ത് ലാസ്റ്റ് നിങ്ങൾ എഴുതി തുടങ്ങിയാൽ മതി. ഓക്കെ, ക്ലിയർ ആയോ?
സെമിനാർ എടുക്കേണ്ട പാറ്റേൺ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസൈൻമെന്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതായത് കഴിഞ്ഞ വർഷത്തെ സെയിം പാറ്റേൺ തന്നെ. ടോപ്പിക്സ് മാത്രമേ ടോപ്പിക്കും സബ്ജക്റ്റും മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. പാറ്റേൺ സെയിം തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? അസൈൻമെന്റ് ക്ലിയർ ആയോ? ഓക്കെ, ഇനി സെമിനാറിനെ കുറിച്ചാണ് പറയുന്നത്. സെമിനാർ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നില്ലേ, അതേ പാറ്റേണിൽ മീൻസ് നിങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ള കോൺഫിഡൻറ് ഉണ്ടെങ്കിൽ വീഡിയോ ഓൺ ആക്കിയിട്ട് വീഡിയോ അൺമ്യൂട്ട് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, മീൻസ് വീഡിയോ അൺമ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, റേഞ്ച് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കേൾക്കത്തില്ല. ഓക്കെ, മീൻസ് ചിലപ്പോൾ കട്ടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് റേഞ്ചിന് പ്രോബ്ലം ഒന്നുമില്ലെങ്കിൽ വീഡിയോ അൺമ്യൂട്ട് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, കോൺഫിഡൻറ് ഉണ്ടെങ്കിൽ എടുക്കാം. ഇല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ഈ സെയിം പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യാം. ഇതേ പാറ്റേണിൽ ആയിരിക്കും നിങ്ങളുടെ സെമിനാർ ക്ലാസ്. ഓക്കെ, അതായത് ഓരോ ദിവസം ഓരോരുത്തർ നിങ്ങൾ എഴുതിയ സെമിനാർ, നിങ്ങൾ എനിക്ക് സബ്മിറ്റ് ചെയ്ത സെമിനാർ ആയിരിക്കും നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, അതായത് ഓരോരുത്തർ എനിക്ക് സബ്മിറ്റ് ചെയ്യുന്ന ആ സെമിനാർ, ആ അസൈൻമെന്റ് തന്നെയാണ് നിങ്ങൾ സെമിനാർ ആയിട്ട് എടുക്കേണ്ടത്. അതേ സെയിം അസൈൻമെന്റ് തന്നെയാണ് നിങ്ങൾ സെമിനാർ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? പാറ്റേൺ ഇത് തന്നെ, സെയിം തന്നെ, മീൻസ് ഞാൻ എടുക്കുന്ന സെയിം ക്ലാസ് പാറ്റേൺ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ അസൈൻമെന്റ് സെമിനാറും ക്ലിയർ ആയോ? കഴിഞ്ഞ വർഷത്തെ അതേ പാറ്റേൺ. ഓക്കെ, സെമിനാർ ഞാൻ പറഞ്ഞു ഓൺലൈൻ ആയിട്ടാണ് എടുക്കേണ്ടത്. ഓഫ്ലൈനോട്ട് നമ്മൾ വരത്തില്ല. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സൈഡ് ആയിരിക്കും. സോ ഇപ്പൊ ഞാൻ എടുക്കുന്ന ഈ പാറ്റേണിൽ അത് ഫോളോ ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്ത ടോപ്പിക്. ഓക്കെ, മെക്കാനിസം ഓഫ് ആക്ഷൻ കഴിഞ്ഞു. അതിൽ തന്നെ ജസ്റ്റ് അടുത്തൊരു ഹെഡിങ് കൂടി വരുന്നുണ്ട് ബ്രോങ്കോ ഡയലറ്റേഴ്സിൽ, നാച്ചുറൽ ബ്രോങ്കോ ഡയലറ്റർ. നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കാം, നാച്ചുറൽ ബ്രോങ്കോ ഡയലറ്റർ. നാച്ചുറൽ ബ്രോങ്കോ ഡയലറ്റർ. ഓക്കെ, ഇൻ ദാറ്റ് കഫിൻ ഈസ് എ നാച്ചുറൽ ആൻഡ് മൈൽഡ് ബ്രോങ്കോ ഡയലേറ്റർ. ഓക്കെ, കഫീൻ എന്ന് പറഞ്ഞ കണ്ടന്റ് എന്താണ്, നാച്ചുറൽ ആണ്, അതുപോലെ തന്നെ മൈൽഡ് ആയിട്ടുള്ള ഒരു ബ്രോങ്കോ ഡയലേറ്റർ ആണ്. മീൻസ് നേർത്ത രീതിയിലുള്ള ഒരു ബ്രോങ്കോ ഡയലേറ്റർ ആണ്. ഇതൊരു നാച്ചുറൽ ആണ്. ഓക്കെ, കഫീൻ. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് ടീ കണ്ടെയ്ൻസ് സ്മോൾ അമൗണ്ട്സ് ഓഫ് തിയോഫിലിൻ, എ കഫീൻ ലൈക്ക് സബ്സ്റ്റൻസ്. അതായത് ടീയിലും എന്തുണ്ട്, ഒരു സ്മോൾ എമൗണ്ട് ഓഫ് തിയോഫിലിൻ എന്ന് പറഞ്ഞ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ടീയിലും. ഓക്കെ, അതായത് അതും ഒരു കഫീൻ ലൈക്ക് ആയിട്ടുള്ള ഒരു ഘടകമാണ്, സബ്സ്റ്റൻസ് ആണ്. അങ്ങനെ രണ്ട് ഘടകങ്ങളാണ് നാച്ചുറൽ ബ്രോങ്കോ ഡയലേറ്റേഴ്സിൽ വരുന്നത്. ഒന്നാമത്തത് കഫീൻ ഈസ് എ നാച്ചുറൽ ആൻഡ് മൈൽഡ് ബ്രോങ്കോ ഡയലേറ്റർ. കഫീൻ എന്ന് പറഞ്ഞിട്ടുള്ള നാച്ചുറൽ ആണ്, അതുപോലെ തന്നെ ഒരു മൈൽഡ് ആയിട്ടുള്ള ബ്രോങ്കോ ഡയലേറ്റർ ആണ്. രണ്ടാമത്തത് ടീ കണ്ടെയ്ൻസ് സ്മോൾ എമൗണ്ട് ഓഫ് തിയോഫിലിൻ, എ കഫീൻ ലൈക്ക് സബ്സ്റ്റൻസ്. ഓക്കെ, ടീയിൽ എന്തുണ്ട്, ഒരു തിയോഫിലിൻ എന്ന് പറഞ്ഞ ചെറിയ അളവിലുള്ള ഒരു കണ്ടന്റ് ഉണ്ട്. അത് കഫീൻ പോലെ തന്നെയുള്ള ഒരു ഘടകം ആണ്. ക്ലിയർ ആയോ? ഗീവ് റെസ്പോൺസ്. ക്ലിയർ? രണ്ടാമത്തത് ടീ, ചായ ഇല്ലേ? ഓക്കെ, ടീ കണ്ടെയ്ൻസ് സ്മോൾ അമൗണ്ട്സ് ഓഫ് തിയോഫിലിൻ. ടീയില് ചെറിയ അളവിലുള്ള തിയോഫിലിൻ എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് ഉണ്ട്. അതും കഫീൻ പോലെ തന്നെയുള്ള ഒരു ഘടകമാണ്. ഓക്കെ, മീൻസ് നാച്ചുറൽ ആയിട്ടുള്ള ഘടകങ്ങളാണ്. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ, അപ്പൊ അടുത്ത ഹെഡിങ്ങിലോട്ട് പോകാം. ഇത്രയാണ് ബ്രോങ്കോ ഡയലേറ്റേഴ്സ്. ഓക്കെ, അടുത്ത ഹെഡിങ് നേസൽ ഡീകൺജസ്റ്റന്റ്. അടുത്ത ഹെഡിങ് നേസൽ ഡീകൺജസ്റ്റന്റ്. Okay, it is a type of pharmaceutical drug that is used to relieve nasal congestion in the upper respiratory tract. അതായത് നേസൽ ഡീകൺജസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നേസൽ കൺജഷൻ റിലീവ് ചെയ്യാനാണ്. നേസൽ കൺജഷൻ എന്ന് പറഞ്ഞാൽ മീൻസ് മൂക്കടപ്പ് എന്നുള്ളൊരു അർത്ഥമാണ്. ഓക്കെ, നേസൽ കൺജഷൻ തടയുന്നതിനാണ്. ഇൻ ദ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്. അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റും ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഒക്കെ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള വരുന്നതാണ് നോസ്. ഓക്കെ, അവിടെയുള്ള നേസൽ കൺജഷൻ തടയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് നേസൽ ഡീകൺജസ്റ്റന്റ്. ക്ലിയർ ആയോ?
ഒന്നുകൂടി പറയണം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു റിലീവ് നേസൽ കൺജഷൻ ഇൻ ദ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്. അതായത് ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. ഇത് നേസൽ കൺജഷൻ റിലീവ് ചെയ്യാൻ, കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ നേസൽ കൺജഷൻ എവിടെയാണ് അനുഭവപ്പെടുന്നത്? അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ. മീൻസ് നോസ് വരുന്നത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ്. ക്ലിയർ ആയോ? ഓക്കെ. അതിൽ തന്നെ അടുത്ത പോയിന്റ്, they can help ease the symptoms of conditions such as colds and flu, then allergic reactions etc. അതായത് ഇത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൾഡ് ആൻഡ് ഫ്ലൂ. കോൾഡ്സ് ആൻഡ് ഫ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലദോഷവും പനി എന്നുള്ള അർത്ഥം. ഓക്കെ, കോൾഡ്സ് ആൻഡ് ഫ്ലൂ എന്ന് പറഞ്ഞാൽ ജലദോഷവും പനിയും കുറയ്ക്കാൻ. അതുപോലെ തന്നെ അലർജിക് റിയാക്ഷൻസ്. ഓക്കെ, ഇതിന്റെ എല്ലാം ലക്ഷണങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. They can help ease the symptoms of conditions such as colds and flu, then allergic reactions etc. അതായത് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് സിംറ്റംസിനെ ഒഴിവാക്കാനാണ്. ഏതൊക്കെ കണ്ടീഷൻസിലാണ്? കോൾഡ്സ് ആൻഡ് ഫ്ലൂ, ജലദോഷവും പനിയും എന്ന കണ്ടീഷനിൽ. then എന്തൊക്കെ അലർജിക് റിയാക്ഷൻസ് ഉള്ള ഉണ്ടാവുമ്പോ ഒക്കെ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ഇതിലെ റൂട്ട് ആണ് വരുന്നത്. റൂട്ട് വരുന്നത് ടോപ്പിക്കൽ ഉണ്ട്. ടോപ്പിക്കലില് നേസൽ സ്പ്രേ. ടോപ്പിക്കൽ ഉണ്ട്, ഇൻ ദാറ്റ് നേസൽ സ്പ്രേ. then ഓറൽ, then IM, then IV. റൂട്ട് ടോപ്പിക്കൽ, ഓറൽ, IM, IV. ടോപ്പിക്കലിൽ വരുന്നത് നേസൽ സ്പ്രേ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? റൂട്ട് ക്ലിയർ ആയോ? ടോപ്പിക്കലിൽ വരുന്ന ടോപ്പിക്കലിന്റെ ബ്രാക്കറ്റിൽ നേസൽ സ്പ്രേ എന്ന് എഴുതാം. ഓക്കെ, then ഓറൽ, then IM, then IV. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് സൈഡ് എഫക്ട്സ്. നെക്സ്റ്റ് ഹെഡിങ് സൈഡ് എഫക്ട്സ്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ മൈൽഡ് സ്റ്റൊമക് അപ്സെറ്റ്. രണ്ടാമത്തത് ട്രബിൾ സ്ലീപ്പിംഗ്, then dizziness, then headache, then fast heart rate, then nervousness. Okay, ഒന്നുകൂടി പറയാം സൈഡ് എഫക്ട്സ്. ഫസ്റ്റ് വൺ മൈൽഡ് സ്റ്റൊമക് അപ്സെറ്റ്, ചെറിയ രീതിയിലുള്ള സ്റ്റൊമക് അപ്സെറ്റ് ഉണ്ടാകും. then ട്രബിൾ സ്ലീപ്പിംഗ് ഉണ്ടാകും. then dizziness, then headache, then heart beat കൂടും, ഫാസ്റ്റ് ഹാർട്ട് ബീറ്റ്. then nervousness എന്ന് പറഞ്ഞാൽ പേടി അല്ലെങ്കിൽ ഒരു പരിഭ്രമം, ധൈര്യമില്ലാതാവുക എന്നുള്ള അർത്ഥം. ക്ലിയർ ആയോ? Okay. Next, contraindications. Next heading, contraindications. In that first one, overactive thyroid gland. Overactive thyroid gland. അതായത് ഹൈപ്പർ തൈറോയിഡിസം ഒക്കെ പോലുള്ള കണ്ടീഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. മീൻസ് തൈറോയിഡ് ഗ്ലാൻഡ് ഓവറായിട്ട് പ്രവർത്തിക്കുന്ന കണ്ടീഷൻസിൽ, മീൻസ് ഹൈപ്പർ തൈറോയിഡിസം ഒക്കെ ഉള്ള കണ്ടീഷനിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓവറാക്റ്റീവ് തൈറോയിഡ് ഗ്ലാൻഡ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഡയബറ്റിസ്, ഷുഗർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. ദെൻ മൂന്നാമത് ക്ലോസ്ഡ് ആംഗിൾ ഗ്ലുക്കോമ, ഓൾറെഡി പഠിച്ചതാണ്. ദെൻ ലാസ്റ്റ് വൺ ഹൈ BP, മീൻസ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. ഒന്നുകൂടി പറയാം കോൺട്രാഇൻഡിക്കേഷൻ. ഫസ്റ്റ് വൺ ഓവർ ആക്റ്റീവ് തൈറോയിഡ് ഗ്ലാൻഡ്, സെക്കൻഡ് വൺ ഡയബറ്റിസ്, തേർഡ് വൺ ക്ലോസ്ഡ് ആംഗിൾ ഗ്ലുക്കോമ, ലാസ്റ്റ് വൺ ഹൈ BP. ക്ലിയർ ആയോ? Okay. Next, mechanism of action. It stimulates the alpha adrenergic receptors to constrict dilated arteries within the nasal mucosa. അതായത് ഇത് എന്തിനാണ് നിയന്ത്രിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽഫ അഡ്രിനർജിക് റിസപ്റ്റേഴ്സിനെയാണ് നിയന്ത്രിക്കുന്നത്. ആൽഫ അഡ്രിനർജിക് റിസപ്റ്റേഴ്സിനെയാണ് ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു കൺസ്ട്രിക്ട് ഡയലേറ്റഡ് ആർട്ടറീസ് വിത്തിൻ ദ നേസൽ മ്യൂക്കോസ. നേസൽ മ്യൂക്കോസയിൽ ഡയലേറ്റ് ചെയ്തിരിക്കുന്ന ആർട്ടറി, മീൻസ് വികസിച്ചിരിക്കുന്ന, അതായത് നേസൽ മ്യൂക്കോസയിൽ വികസിച്ചിരിക്കുന്ന ആർട്ടറി എന്ന് പറഞ്ഞാൽ ധമനികൾ, മീൻസ് ബ്ലഡ് വെസൽസ്. ഓക്കെ, അതായത് നേസൽ മ്യൂക്കോസയിലുള്ള ബ്ലഡ് വെസൽസ് വികസിച്ചിരിക്കുന്ന ആ ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, മീൻസ് ഞെരുക്കും. ഓക്കെ, ഞെരുക്കിയിട്ടാണ്. അതായത് ആൽഫ അഡ്രിനർജിക് റിസപ്റ്റേഴ്സിലാണ് പ്രവർത്തിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
പറഞ്ഞു. നേസൽ മ്യൂക്കോസയിലുള്ള ആർട്ടറീസിനെ, ഡയലൈറ്റ് ആയിട്ടുള്ള ആർട്ടറീസിനെ, വികസിച്ചിരിക്കുന്ന ആർട്ടറീസിനെ കൺസ്ട്രിക്ട് ചെയ്തിട്ടാണ്. ആ പോയിന്റ് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? Okay. Then this decrease the amount of swelling and formation of mucus in the nose from the common cold, sinusitis and upper respiratory allergies. ഇത് എന്തിനെ കുറയ്ക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വെല്ലിങ്ങിനെ കുറയ്ക്കും, മീൻസ് ഇൻഫ്ലമേഷൻ കുറയ്ക്കും. അതുകൂടാതെ തന്നെ മ്യൂക്കസ് ഫോം ചെയ്യുന്നതിന്, നോസിൽ മ്യൂക്കസ് ഫോം ചെയ്യും. മ്യൂക്കസ് അറിയില്ല എല്ലാവർക്കും? മ്യൂക്കസ് അറിയാലോ? ഗിവ് റെസ്പോൺസ്. ഓക്കെ ഓക്കെ. അപ്പൊ അതായത് നോസിൽ ഫോം ചെയ്യുന്ന മ്യൂക്കസിന്റെ അളവ്, അതിന്റെ ഒരു എമൗണ്ട് കുറയ്ക്കും. അതുപോലെ തന്നെ സ്വെല്ലിങ് മീൻസ് ഇൻഫ്ലമേഷൻ കുറയ്ക്കും. ഏതൊക്കെ കണ്ടീഷനില? കോമൺ കോൾഡും അതുപോലെ തന്നെ സൈനസൈറ്റിസ്. സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ സൈനസ് എന്ന് പറഞ്ഞ ഭാഗത്തുണ്ടാകുന്ന ഇൻഫെക്ഷൻ, അത് ആ സൈനസൈറ്റിസ്. അതുപോലെ തന്നെ കോമൺ കോൾഡ്, അതുപോലെ തന്നെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഉണ്ടാകുന്ന അലർജീസ്, അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ എന്താണ് എന്ത് ചെയ്യും? അതിലെല്ലാം ഇൻഫ്ലമേഷനെയും അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മ്യൂക്കസ് പ്രൊഡക്ഷനെയും അല്ലെങ്കിൽ ആ മ്യൂക്കസിന്റെ എമൗണ്ടിനെയും കുറയ്ക്കും. അങ്ങനെയാണ് ഇതിന്റെ ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ. ഒന്നുകൂടി പറയാം. It stimulates the alpha-adrenergic receptors to constrict dilated arteries within the nasal mucosa. Nasal mucosയിലെ, അതായത് ഇതെവിടെ പ്രധാനമായിട്ടും എന്തിനാണ് നിയന്ത്രിക്കുന്നത്? ആൽഫ അഡ്രിനർജിക് റിസപ്റ്റേഴ്സ് വഴിയാണ് നിയന്ത്രണം. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേസൽ മ്യൂക്കോസയിലെ ഡയലൈറ്റ് ആയിട്ടുള്ള ആർട്ടറീസിനെ കൺസ്ട്രിക്ട് ചെയ്തിട്ടാണ്. ദെൻ ഇത് എന്തിന് കാരണമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സെല്ലിങ്ങിനും അതുപോലെ സെല്ലിങ്ങിനെ കുറയ്ക്കും, അതുപോലെ തന്നെ മീൻസ് ഇൻഫ്ലമേഷൻ കുറയ്ക്കും, അതുപോലെ തന്നെ മ്യൂക്കസ് പ്രൊഡക്ഷനും കുറയ്ക്കും. അതായത് ഏതൊക്കെ കണ്ടീഷൻ? കോമൺ കോൾഡും സൈനസൈറ്റിസും അപ്പർ റെസ്പിറേറ്ററി അലർജീസിലൊക്കെ ഉണ്ടാകുന്ന ഈ സിംറ്റംസിനെല്ലാം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ. ദെൻ ഇതിന് എക്സാമ്പിൾസ് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. കോമൺ ഡ്രഗ്സ് എഫ്രിനും, ദെൻ സുഫിഡ്രിനും, ദെൻ ഓക്സി മെറ്റാസോളിനും. 3 ഡ്രഗ് തന്നിട്ടുണ്ട്. ഡ്രഗ് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കാം. ഓക്കെ. അപ്പൊ നാളെ വരുമ്പോൾ പഠിച്ചിട്ട് വരാം. ടൈം ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.